നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കുന്നു. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ രാജ്യം ഇന്ന് 70ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രാജ്പഥിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പതാക ഉയർത്തും. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമോഫസാണ് ഈ വർഷത്തെ മുഖ്യ അതിഥി. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പി സദാശിവം ദേശീയ പതാക ഉയർത്തി. വിവിധ ജില്ലകളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ്, തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക്, കൊച്ചിയിൽ നിന്ന് SS ശരൺ, കോഴിക്കോട് നിന്നും അശ്വിൻ വല്ലത്ത്, കണ്ണൂരിൽ നിന്ന് മനു ഭരത് എന്നിവർ ചേരുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായോ? എത്ര മണിയോടുകൂടിയാവും പരേഡ് ഉണ്ടാവുക? ഒപ്പം തന്നെ സുരക്ഷ റിപ്പബ്ലിക് ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ എത്രത്തോളം ശക്തമാണ്? രഞ്ജിനി, രാജ്യത്തിന്റെ സൈനിക ശക്തിയും പ്രൌഢിയും വിളിച്ചോതിക്കൊണ്ടുള്ള റിപ്പബ്ലിക് ദിന പരേഡിന് അല്പസമയത്തിനകമായിരിക്കും തുടക്കം കുറിക്കുക. 9:30 രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുക. അതിനു മുമ്പ് പ്രധാനമന്ത്രി ഇന്ത്യ ഗേറ്റിന് സമീപമുള്ള അമർ ജവാൻ ജ്യോതിയിൽ ധീരജവാന്മാർക്ക്, രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരജവാന്മാരുടെ സ്മരണകൾക്ക് മുന്നിൽ അനുസ്മരണം നടത്തും. അതിനുശേഷമായിരിക്കും 9:30 റെസീന കുന്നിൽ നിന്ന് റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത്. ഇന്ത്യ ഗേറ്റ് കടന്ന് ചെങ്കോട്ടയിലേക്ക് 5 കിലോമീറ്റർ ദൂരമാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ സേനാ അംഗങ്ങൾ അണിനിരക്കുക. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. രഞ്ജന് സൂചിപ്പിച്ചതുപോലെ കനത്ത സുരക്ഷാ സംവിധാനത്തിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി രാജ്യ തലസ്ഥാനത്ത് സ്ഫോടനം ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ CCTV-കൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ വാഹനങ്ങൾക്ക് ഉൾപ്പെടെ പരിശോധന കർശനമാക്കുകയും മെട്രോയിലടക്കം കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാജ്യത്തെ തലസ്ഥാനത്ത് കൂടിയുള്ള മെട്രോകൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8:45 ഏതാനും ചില സ്റ്റോപ്പുകളിൽ മെട്രോയ്ക്ക് നിർത്തുന്നതിനുള്ള അനുമതിയും നിഷേധിച്ചിട്ടുണ്ട്. ഈ നിലയിലാണ് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ടു പോകുന്നത്. അതിനിടയിലാണ് രാജ്യത്തിന്റെ പ്രൌഢിയും ശക്തിയും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിനാഘോഷം അല്പസമയത്തിനകം രാജ്യ തലസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ ഗവർണർമാർ പതാക ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം അല്പസമയത്തിനകം രാഷ്ട്രപതിയായിരിക്കും രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് റിപ്പബ്ലിക് ദിന പരേഡ് നേരിട്ട് കാണുന്നതിനു വേണ്ടി രാജവീതിയിൽ, രാജ്പഥിൽ ഇപ്പോൾ തന്നെ എത്തിയിട്ടുള്ളത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്കിടെ തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ തന്നെയാണ് പരേഡ് നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം എത്തുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് റഫാമോസിയാണ് ഇത്തവണ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷിക ദിനം കൂടിയാണ് 2019. അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന മഹാത്മാഗാന്ധി ആ ഒരു പരിഗണന കൂടി നൽകിക്കൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ഇക്കുറി റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി എത്തുന്നത്. രാജ്യത്തെ കരസേന, നാവികസേന, വ്യോമസേന അംഗങ്ങളാണ് പരേഡിൽ അണിനിരക്കുക. ഒപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർണമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇന്ന് സേനാ അംഗങ്ങൾക്കിടയിൽ നിരവധിയായ മലയാളികൾ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുമ്പോൾ അതിൽ പല റെജിമെന്റുകളെയും നയിക്കുന്നത് മലയാളികൾ കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. റെയിൽവേ ഫോഴ്സിനെ നയിക്കുന്നത് മലയാളിയായ ജിതിൻ എന്ന ഓഫീസറാണ്. അതോടൊപ്പം ഇന്ത്യൻ നേവിയെ നയിക്കുന്നതാകട്ടെ മലയാളി വനിത കൂടിയായ അംബികയാണ്. ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ കൂടിയുണ്ട്. മറ്റൊന്ന് രാഖി രാമചന്ദ്രനാണ്. ഇന്ന് പ്രധാനമായും 4
ഉദ്യോഗസ്ഥരാണ് സൈനിക വ്യോമ അഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള കൊല്ലം സ്വദേശിനിയായ രാഖി രാമചന്ദ്രൻ ഈ 4 ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. അതേസമയം ഇത്തവണ കേരളത്തിൽ നിന്നുള്ള പ്ലോട്ടുകൾ ഇല്ല എന്നത് നിശ്ചല ദൃശ്യത്തിൽ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണയും കേരളത്തിൽ നിന്നുള്ള പ്ലോട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലോട്ട് ഇന്ന് കേരളത്തിൽ നിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് നാവികസേനയുടെ ഇന്ത്യൻ നേവിയുടേതാണ്. അവിടെ ഏറ്റവും പ്രധാനമായി വരുന്നത് ഒരു പക്ഷേ സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തമായിരുന്നു കേരളം അഭിമുഖീകരിച്ചത്. ആ കേരളം ദുരന്തത്തെ അഭിമുഖീകരിച്ചതും അതിനെ മറികടന്നതുമായി ബന്ധപ്പെട്ട പ്ലോട്ടാണ് നേവി ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ പോകുന്നത്. മൊത്തം 23 പ്ലോട്ടുകളാണ് ഉള്ളത്. ഇതിൽ 17 പ്ലോട്ടുകൾ വിവിധ സംസ്ഥാനങ്ങളുടെയും അതോടൊപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളുടേതുമാണ്. 6 പ്ലോട്ടുകളാണ് വിവിധ വകുപ്പുകൾക്ക് കീഴിൽ മന്ത്രാലയങ്ങൾക്ക് കീഴിൽ വരുന്നത്. ഇതിലാണ് കേരളത്തിന്റെ ദുരന്തത്തെ അഭിമുഖീകരിച്ച ദുരന്തത്തെ നേരിട്ടതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവരിക്കുന്ന നിശ്ചല ദൃശ്യം ഇന്ന് ഉള്ളത്. അതോടൊപ്പം വിവിധ വിഭാഗങ്ങളുടെ സേനാ വിഭാഗങ്ങളുടെ റെജിമെന്റുകൾ വ്യത്യസ്തമായ റെജിമെന്റുകൾ ഇന്ന് പരേഡ് നടത്തുന്നു. ഒപ്പം ഇന്ത്യയുടെ അഭിമാനമായ ബൈക്ക് സംഘം ഡെയർ ഡെവിൾസ് എന്നറിയപ്പെടുന്ന ബൈക്ക് സംഘത്തെ നയിക്കുന്നതും വനിതയാണ്. ഇതിനോടകം തന്നെ 24 ലോക റെക്കോർഡുകൾ നേടിയിട്ടുള്ള ബൈക്ക് സംഘത്തിന്റെ അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടാകും. ഒപ്പം രാജ്യത്തിന്റെ അഭിമാനമായ നിരവധി യുദ്ധോപകരണങ്ങൾ പ്രകടനത്തിന്റെ ഭാഗമായി റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. രാജ്യത്ത് ഒരു സേന രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ അണിനിരന്ന 4 സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. 1200ഓളം കുട്ടികളാണ് വിവിധ സ്കൂളുകളിലെ 1200-ലധികം വരുന്ന കുട്ടികളാണ് ഇന്ന് കലാപ്രകടനങ്ങൾ നടത്താൻ പോകുന്നത്. അതോടൊപ്പം ധീരതയ്ക്കുള്ള അവാർഡുകൾ നേടിയവർ ഉൾപ്പെടെ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊന്ന്, രാജ്യത്തെ ഏറ്റവും പഴയ റെജിമെന്റുകളിൽ ഒന്നായ അസം റൈഫിൾസിന് വേണ്ടി ഇക്കുറി പരേഡ് നടത്തുന്ന ഒരു റെജിമെന്റ് പൂർണ്ണമായും വനിതാ ഉദ്യോഗസ്ഥരാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആ നിലയിൽ 70ാമത് സ്വാതന്ത്ര്യദിനം ചരിത്രത്താളുകളിൽ കൂടി ഇടം നേടുന്ന തരത്തിലുള്ള ഒന്നായി മാറുകയാണ്. അല്പസമയത്തിനകം തന്നെ പരേഡ് ആരംഭിക്കുന്നതായിരിക്കും. 9:30 രാഷ്ട്രപതി ഭവനിൽ നിന്ന് റൈസീനക്കുന്നിൽ നിന്ന് പരേഡ് ആരംഭിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. രഞ്ജിനി. അഭിലാഷ, ഒപ്പം തന്നെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, സേനാ മേധാവികൾ അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ടോ? എപ്പോഴായിരിക്കും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് മുഖ്യാതിഥിയായ സിറിൽ റമോഫസ് എത്തുക? എല്ലാവിധ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായതാണ്. ഔദ്യോഗികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ്. നമുക്കറിയാം 1950 മുതൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുമ്പോൾ അന്ന് 1950 മുതൽ 55 വരെ ഇപ്പോൾ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന റെയ്സീന കുന്നിലെ രാജ്പഥിൽ ആയിരുന്നില്ല. രാംലീല മൈതാനിയിലടക്കം അത്തരത്തിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നിട്ടുണ്ട്. അതിനുശേഷം 1955 മുതൽ ആണ് രാജ്പഥിലൂടെ റിപ്പബ്ലിക് ദിന പരേഡ് കടന്നു വരുന്നത്. 5 കിലോമീറ്റർ എല്ലാവർക്കും ദൃശ്യമാകുന്ന തരത്തിൽ നേർരേഖയിലുള്ള ഒരു വീഥിയാണിത്. ഇവിടെ ഇങ്ങോട്ടേക്ക് ഈ റിപ്പബ്ലിക് ദിന പരേഡ് മാറ്റിയിട്ടുള്ളത്. ഇവിടെയാണ് മുഖ്യാതിഥിക്ക് പ്രത്യേകമായി ഇരിപ്പിടം അടക്കം ഒരുക്കിയിട്ടുള്ളത്. മുഖ്യാതിഥി എന്നത് തന്നെയാണ് ഏറ്റവും വിശിഷ്ടമായ ഒന്ന് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കുറി മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷിക ദിനത്തോട് അനുബന്ധിച്ചാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ തന്നെ മുഖ്യ എത്തിക്കുന്നത്. അദ്ദേഹത്തെ വിശിഷ്ട അതിഥി എന്ന നിലയിൽ തന്നെ സ്വീകരിച്ച് ആയിരിക്കും ഇരിപ്പിടത്തിലേക്ക് എത്തിക്കുക. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരാണ് എത്തുന്നത്. പ്രധാനമന്ത്രിയാണ് ആദ്യം. വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും മനു ഭരത് ചേരുന്നുണ്ട്. മനു, കണ്ണൂരിൽ ആഘോഷ പരിപാടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് ആരാണ് സ്വീകരിച്ചത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ കണ്ണൂരിൽ നിന്നും എങ്ങനെയാണ്? സംസ്ഥാനം ഇന്ന് 70ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ രാജ്യം ഇന്ന് 70ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പതാക ഉയർത്തും. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമോഫസാണ് ഈ വർഷത്തെ മുഖ്യ അതിഥി. സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പി സദാശിവം ദേശീയ പതാക ഉയർത്തി. വിവിധ ജില്ലകളിലും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കണ്ണൂരിൽ മന്ത്രി ഇ.പി. ജയരാജനാണ് സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചത്. സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഗവർണർ പി സദാശിവം പതാക ഉയർത്തി. കൊല്ലത്ത് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയാണ്
സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചത്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും മനു ഭരത് തുടരുന്നുണ്ട്. മനു, കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ആഘോഷ പരിപാടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? രഞ്ജിനി, കണ്ണൂരിൽ മന്ത്രി ഇ.പി. ജയരാജൻ ആണ് പതാക ഉയർത്തിയത്. തുടർന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. വർണ്ണാഭമായ ചടങ്ങുകളാണ് കണ്ണൂരിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നത്. ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ റിസർവ് പോലീസ് ഇൻസ്പെക്ടർ വി.ഡി. ഗംഗാധരൻ നയിക്കുന്ന പരേഡായിരുന്നു മുഖ്യ ആകർഷണം. നായക് ബി ചൌധരിയുടെ ബാൻഡ് വാദ്യത്തിൽ ആണ് ഈ സേനാ അംഗങ്ങളും അതുപോലെ തന്നെ NCC, സ്കൌട്ട്, ഫോറസ്റ്റ് വിഭാഗങ്ങളിലുള്ള ആളുകൾ സേനകളുടെയും മാർച്ച് നടന്നത്. മന്ത്രി ഇ.പി. ജയരാജൻ ആണ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയത്. സാമൂഹ്യനീതിയിലും സാമ്പത്തിക നീതിയിലും ഉറപ്പ് നൽകുന്ന നയങ്ങളും നടപടികളുമാണ് തന്റെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. വലിയ തോതിലുള്ള മാറ്റം രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ടാകുന്നു. റോഡുകളും പാലങ്ങളും അത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നു. വിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നു. ഇന്റർനെറ്റ് സംവിധാനം പൊതുവെ ലഭ്യമാകുന്നു. പൊതുവിതരണ രംഗം ശക്തിപ്പെടുന്നു. അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നു എന്നും ഇ.പി. ജയരാജൻ തന്റെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ഏകോദര സഹോദരങ്ങളായി മുന്നോട്ട് പോകുകയാണ് രാജ്യത്തിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത്തരത്തിൽ വർണ്ണാഭമായ ചടങ്ങുകളാണ് റിപ്പബ്ലിക് ദിനം അനുബന്ധിച്ച് കണ്ണൂരിൽ നടന്നത്. രഞ്ജിനി, മനു, ഒപ്പം തന്നെ ഏഴിമല നാവിക അക്കാദമിയിലെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ ഏത് രീതിയിലായിരുന്നു? അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി എങ്ങനെയാണ്? രഞ്ജിനി, കണ്ണൂരിൽ ഏഴിമല നാവൽ അക്കാദമി, അതുപോലെ തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എല്ലായിടത്തും തന്നെ വലിയ വിപുലമായ ചടങ്ങുകൾ തന്നെയാണ് ഈ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്തുന്നത്. എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇത്തരത്തിൽ പതാക ഉയർത്തുന്നു. അത്തരത്തിൽ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ എല്ലായിടത്തും ഇത്തരത്തിൽ പതാക ഉയർത്തുകയും അതിന്റെ മേഖലകളെല്ലാം തന്നെ ഇത്തരത്തിൽ ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അത്തരത്തിൽ കണ്ണൂർ രാജ്യത്തിനോടൊപ്പം സമഗ്രമായി തന്നെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നു. ശരി, ഇപ്പോൾ കോഴിക്കോട് നിന്നും അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, കോഴിക്കോട് ആരാണ് പതാക ഉയർത്തിയത്? അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അല്പസമയങ്ങൾക്ക് മുൻപ് രാജ്യം 70ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. കണ്ണൂരിൽ മന്ത്രി ഇ.പി. ജയരാജൻ പതാക ഉയർത്തി സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. കോഴിക്കോട് നിന്നും അശ്വിൻ വല്ലത്ത് തുടരുന്നുണ്ട്. അശ്വിൻ, കോഴിക്കോട് ആരാണ് പതാക ഉയർത്തിയത്? കോഴിക്കോട് നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, കോഴിക്കോട് ജില്ലയിൽ വിക്രം മൈതാനിയിലാണ് റിപ്പബ്ലിക് ദിനാഘോഷം നടക്കുന്നത്. ഗതാഗത മന്ത്രി A.K. ശശീന്ദ്രനാണ് ഇവിടെ പതാക ഉയർത്തിയത്. അദ്ദേഹം തുടർന്ന് ഈ പരേഡ് പരിശോധിക്കുകയും ചെയ്തു. 29 പ്ലാറ്റൂണുകളായിട്ടായിരുന്നു പരേഡ്. വിവിധ സേനാ വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതേപോലെ തന്നെ ജുവനൈൽ ഹോമിൽ നിന്നുള്ള 30 കുട്ടികൾ ഉൾപ്പെടെ പരേഡ് നടത്തിയത്. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഈ ഇത്തരത്തിൽ വിദ്യാർത്ഥി സേനാ വിഭാഗങ്ങൾക്ക് പുറമെ നിന്ന് വിദ്യാർത്ഥികളെ പരേഡിൽ പങ്കെടുപ്പിക്കുന്നത്. ജുവനൈൽ ഹോമിലെ വിദ്യാർത്ഥികൾ പരേഡിൽ പങ്കെടുക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നതും ചരിത്രത്തിൽ ആദ്യമായ. കോഴിക്കോട് ജുവനൈൽ ഹോമിലെ 30 വിദ്യാർത്ഥികളാണ് കോഴിക്കോട് വിക്രം മൈതാനിയിൽ നടന്ന പരേഡിൽ പങ്കെടുത്തത്. ഇന്നത്തെ പരേഡിൽ വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്നുള്ള ഇതര സേനാ വിഭാഗത്തിലെ ഏറ്റവും പരേഡായി ഇവരുടെ പരേഡ് തിരഞ്ഞെടുത്തിരിക്കുന്നു. കനത്ത സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിൽ രാജ്യം ഇന്ന് 70ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രാജ്പഥിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പതാക ഉയർത്തും. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമോഫസാണ് ഈ വർഷത്തെ മുഖ്യാതിഥി. സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പി സദാശിവം ദേശീയ പതാക ഉയർത്തി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, എന്തായാലും തിരുവനന്തപുരത്ത് ഗവർണർ പി സദാശിവമാണ് ദേശീയ പതാക ഉയർത്തിയത്. ഇപ്പോഴും റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണോ? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. രാവിലെ 8:30 ഗവർണർ സദാശിവം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായത്. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് അദ്ദേഹം പരിശോധിച്ചു. തുടർന്ന് ഈ പരേഡിന് അദ്ദേഹം അഭിവാദനം സ്വീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ റിപ്പബ്ലിക് ദിന പ്രസംഗം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിക്കൊടുക്കുന്നത്. കാർത്തിക, തുടരാം.
കാർത്തിക്കിലേക്ക് മടങ്ങിയെത്താൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് SS ശരൺ ചേരുന്നുണ്ട്. ശരൺ, കൊച്ചിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ചും നാവിക സേനാസ്ഥാനത്തെ അടക്കം ആഘോഷങ്ങൾ ഏത് രീതിയിലായിരുന്നു? രഞ്ജിനി, വിപുലമായ റിപ്പബ്ലിക് ദിന ആഘോഷമാണ് എറണാകുളം ജില്ലയിലും നടന്നത്. പ്രധാനമായും രണ്ടിടങ്ങളിലാണ് റിപ്പബ്ലിക് ദിനാഘോഷം നടന്നത്. ഒന്ന് നേവൽ ബേസിലാണ്. നേവൽ ബേസിൽ വൈസ് അഡ്മിറലാണ് നാവികസേന അംഗങ്ങളുടെ പരേഡിന് സല്യൂട്ട് സ്വീകരിച്ചത്. അവിടെയും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നത്. ഒപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ റിപ്പബ്ലിക് ദിനാഘോഷവും നടന്നത്. കാക്കനാട് സിവിൽ പരേഡ് ഗ്രൗണ്ടിലാണ് ആഘോഷങ്ങൾ നടന്നത്. ഇവിടെ മന്ത്രി AC മൊയ്തീനാണ് ദേശീയ പതാക ഉയർത്തിയത്. തുടർന്ന് വിവിധ സേനാംഗങ്ങളുടെ പരേഡ് നടന്നു. അതിനുശേഷം ഇപ്പോൾ സിവിലിയൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ജില്ലാ കളക്ടറുടെ സിവിലിയൻ പുരസ്കാരങ്ങൾ പുരസ്കാര ജേതാക്കൾക്ക് ഇപ്പോൾ മന്ത്രി സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം അദ്ദേഹം തുറന്ന വാഹനത്തിൽ വിവിധ സേനാംഗങ്ങളുടെ പരേഡിന് അഭിവാദ്യം അർപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഏതായാലും എറണാകുളം ജില്ലയിലും വിപുലമായ രീതിയിൽ തന്നെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പുരോഗമിച്ചത്. ശരി ശരൺ. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ P. സദാശിവമാണ് ദേശീയ പതാക ഉയർത്തിയത്. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് രാഷ്ട്രീയ ഐക്യം അനിവാര്യമെന്ന് ഗവർണർ P. സദാശിവം പറഞ്ഞു. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണം, ഹർത്താലുകൾ ഉപേക്ഷിക്കണമെന്നും ഹർത്താൽ നാടിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നുവെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും അഭിലാഷും കൊച്ചിയിൽ നിന്ന് ശരണും കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തും കണ്ണൂരിൽ നിന്ന് ബനു ഭരത്തും തിരുവനന്തപുരത്ത് നിന്ന് VR കാർത്തിക്കും നൽകിയത്. റിപ്പബ്ലിക് ദിനത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പതാക ഉയർത്തുന്നതിനിടെ പതാക താഴെ വീണു. ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ പതാക ഉയർത്തുമ്പോഴായിരുന്നു സംഭവം. വീണ പതാക വീണ്ടും ഗഡ്കരി ഉയർത്തി. വീണ്ടും വാർത്തകളിലേക്ക്. മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായ പ്രണബ് മുഖർജിക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്നം. പ്രമുഖ സംഘപരിവാർ നേതാവ് നാനാജി ദേശ്മുഖ്, സംഗീതജ്ഞൻ ഭൂപൻ ഹസാരിക എന്നിവർക്ക് മരണാന്തര ബഹുമതിയായ ഭാരത് രത്നം. എക്കാലത്തെ മികച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ് പ്രണബ് മുഖർജിയെന്ന് പ്രധാനമന്ത്രിയും പ്രണബിന്റെ സംഭാവനകൾ അംഗീകരിക്കപ്പെട്ടതിൽ കോൺഗ്രസിന് അഭിമാനമുണ്ടെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. കൃത്യമായ രാഷ്ട്രീയ സൂചനകളോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 മാസത്തോളം മാത്രം അവശേഷിക്കെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാരതരത്ന നിർണയം. മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായ പ്രണബ് മുഖർജിക്ക് രാഷ്ട്രീയ പൊതുരംഗങ്ങളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് ഭാരതരത്ന. എക്കാലത്തെയും മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പ്രണബ് മുഖർജി എന്ന് അഭിനന്ദനക്കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് നൽകിയതിനേക്കാൾ തനിക്ക് തിരിച്ചു കിട്ടുകയാണെന്ന് പ്രണബ് മുഖർജി. പ്രണബിന്റെ സംഭാവനകൾ അംഗീകരിക്കപ്പെട്ടതിൽ കോൺഗ്രസിന് അഭിമാനമുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. RSS ആസ്ഥാനം സന്ദർശിച്ച് ഹെഗ്ഡേവറെ പുകഴ്ത്തിയ പ്രണബ് മുഖർജിയുടെ നടപടി കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കാതിരുന്ന പ്രണബിന്റെ സംഭാവനകളെ BJP മാനിക്കുന്നുവെന്ന സന്ദേശം നൽകുക കൂടിയാണ് കേന്ദ്ര സർക്കാർ. പ്രണബ് മുഖർജിയെ ആദരിക്കുന്നതിലൂടെ ബംഗാളിൽ BJPക്ക് നേട്ടമുണ്ടാകുമെന്നും കണക്കുകൂട്ടൽ. സംഘപരിവാർ നേതാവും ജനതാ പാർട്ടി സ്ഥാപക നേതാവുമായ നാനാജി ദേശ്മുഖിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകിയതിന് പിന്നിലും രാഷ്ട്രീയം പ്രകടമാണ്. ഇന്ത്യൻ സംഗീതരംഗത്തെ അതികായനും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സജീവ സാന്നിധ്യവുമായിരുന്ന ഭൂപൻ ഹസാരികയ്ക്ക് സംഗീതരംഗത്തെ സംഭാവനകൾക്കാണ് ഭാരതരത്നം. ന്യൂസ് 18 ഡൽഹി. എഴുത്തുകാരി ഗീത മെഹ്ത പത്മശ്രീ പുരസ്കാരം നിരസിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുരസ്കാര പ്രഖ്യാപനം തെറ്റിദ്ധാരണയുണ്ടാക്കുമെന്ന് ഗീത മെഹ്ത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എന്നാൽ തന്നെ തെരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ സഹോദരിയാണ് ഗീത. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ആലപ്പുഴയിലെ കോൺഗ്രസ് നേതൃയോഗത്തിൽ പങ്കെടുക്കും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ യോഗത്തിൽ സംബന്ധിക്കും. യോഗത്തിൽ ജില്ലയിലെ KPCC ഭാരവാഹികൾ, അംഗങ്ങൾ, നിർവാഹക സമിതി അംഗങ്ങൾ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ചുമതലക്കാർ, പോഷക സംഘടന, ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കും. 9 മണി ഒറ്റനോട്ടം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.